പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് എല്ലാവിധ യുക്തിയെയും വസ്തുതകളെയും അജ്ഞതയിൽ നിർത്തിക്കൊണ്ട് നിഷേധിച്ചുകൊണ്ട് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുമെതിരായിട്ട് വലതുപക്ഷ ശക്തികൾ വർഗീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ യുദ്ധത്തെ സംബന്ധിച്ചാണ്. അത്യന്തം വൈകാരികമായ വിദ്വേഷാത്മകമായ ഒരു പ്രചാരണ രീതിയാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM എന്നത് ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്നു മാത്രമല്ല, അത് സംഘപരിവാറുമായി ഹിന്ദുത്വ അജണ്ടയുള്ള പാർട്ടിയാണ്. ഈ മട്ടിലുള്ള ആഖ്യാനമുണ്ടാക്കാനുള്ള, നെറേഷൻ ഉണ്ടാക്കാനുള്ള വളരെ നീചമായ വസ്തുതകൾക്കും യുക്തിക്കും ചരിത്രത്തിനും നിരക്കാത്ത പ്രചാരണങ്ങളാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് UDF-ഉം ചില വർഗീയ തീവ്രവാദ സംഘങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പല മാധ്യമ നിരീക്ഷകരും പറയുന്നത് ഇതൊരു കനകലു തന്ത്രമാണെന്നാണ്. കനകലു എന്നത് 2014 മോഡിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു പബ്ലിക് റിലേഷൻ സ്ഥാപനത്തിൻ്റെ ജോലിക്കാരനായിരുന്ന ഒരാളാണ്. BJP-യെ ദേശീയ അധികാരത്തിലെത്തിക്കാനും കോൺഗ്രസിൽ നിന്ന് ദേശീയ അധികാരം ഹിന്ദുത്വ ശക്തികളിലേക്കും എത്തിക്കാനും നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ആഗോള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് അമേരിക്കയിലെ വാഷിങ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആപ്കോ വേൾഡ് വൈഡ് എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻസ് കമ്പനിയാണ്. ആ പബ്ലിക് റിലേഷൻസ് കമ്പനിയുടെ അംബ്രല്ലയ്ക്ക് കീഴിൽ പ്രവർത്തിച്ച അത്യന്തം വൈകാരികമായി ജനങ്ങളെ തങ്ങൾക്ക് ആരെയാണോ എതിർക്കേണ്ടത് അവർക്കെതിരായി തിരിച്ചുവിടുന്ന, യുക്തിയുടെയും വസ്തുതയുടെയും എല്ലാ അടിസ്ഥാനങ്ങളെയും അജ്ഞതയിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന ഒരു പ്രചാരണ തന്ത്രം, അതാണ് മോഡി അധികാരത്തിലെത്തിച്ചതെങ്കിൽ അതിന് സമാനമായ അന്നത്തെ അതേ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘത്തിലെ ഒരാളെ മിസ്റ്റർ കനകലുവിനെ വെച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ അത്യന്തം അസഹനീയമായ തരത്തിൽ സജീവമായിരിക്കുകയാണ്. എന്താണ് പ്രചരണതന്ത്രം? CPM മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്. ഇപ്പോൾ മലബാർ മേഖലയെ ആകെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മുസ്ലിം ധ്രുവീകരണമുണ്ടാക്കി എങ്ങനെ തങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാം എന്നാണ് മുസ്ലിം ലീഗും കോൺഗ്രസും UDF നേതൃത്വവും ചിന്തിക്കുന്നത്. അത്തരമൊരു ലക്ഷ്യത്തോടു കൂടി അവർ നടത്തുന്ന ഈ വർഗീയ പ്രചരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വിഭജനം, മുറിവുകൾ, അത് വളരെ ആപൽക്കരമായി കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന്, മതനിരപേക്ഷമായ സാമൂഹിക ഘടനയ്ക്ക് വലിയ രീതിയിൽ ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് ഈ പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPM എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് മാത്രമല്ല, അവർ ഹിന്ദുത്വവുമായി BJP-യുമായി അഡ്ജസ്റ്റ് ചെയ്താണ് കേരളത്തിൽ ഭരണം നടത്തുന്നത്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? കഴിഞ്ഞ
10 വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരാണ്. ഇന്ത്യ ഒട്ടുക്കും സംഘപരിവാറിൻ്റെ സർക്കാർ, മോഡി സർക്കാർ വർഗീയ വിഭജനം സൃഷ്ടിക്കുമ്പോൾ, വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ, ഭക്ഷണത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ ബുൾഡോസർ രാജി നടപ്പാക്കുമ്പോൾ, ഇന്ത്യയിൽ വർഗീയമായ സ്പർദ്ധയോ സംഘർഷങ്ങളോ ന്യൂനപക്ഷങ്ങൾക്ക് അരക്ഷിതത്വമോ ഇല്ലാത്ത ഏക പ്രദേശം ഈ കേരളമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ അതിശക്തമായ മതനിരപേക്ഷ ഇടപെടലിൻ്റെ, മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള നിലപാടിൻ്റെ ഫലമായിട്ടുള്ളതാണ്. എന്നാൽ BJP മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാവട്ടെ, തെലുങ്കാനയിലാവട്ടെ, ഭക്ഷണത്തിൻ്റെയും പശുവിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ പേരിൽ ഹനുമാൻ സേനകളും ശ്രീരാമസേനകളും അഴിഞ്ഞാടുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, രാജ്യത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഭൂരിപക്ഷ ധ്രുവീകരണത്തിനാവശ്യമായി ന്യൂനപക്ഷ വിരുദ്ധത പടർത്തുകയാണ് BJP. അതിനെ അതിശക്തമായി പ്രതിരോധിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വ്യക്തികളെന്ന നിലക്കുള്ള അവരുടെ പൗരത്വത്തെ പോലും നിഷേധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ, പൗരത്വ നിയമ ഭേദഗതികൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരു സർക്കാർ എന്ന നിലക്ക് ഇന്ത്യക്കാകെ മാതൃകയാവുന്ന തരത്തിൽ അത്തരം നിയമങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുന്നത് കേരളമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് പരമ്പരാഗതമായി UDFിനോടൊപ്പം നിന്നിരുന്ന പല സാമൂഹ്യ സംഘടനകളും സമുദായ സംഘടനകളും, പ്രധാനമായിട്ട് മുസ്ലിം സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ സംഘടനകൾ പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വലിയ പിന്തുണ, വലിയ വിശ്വാസം ഈ സർക്കാരിലും ഇടതുപക്ഷത്തിലും ആ ജനവിഭാഗങ്ങൾ അർപ്പിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ഭരണത്തുടർച്ചയുണ്ടായതോടുകൂടിയാണ് കേരളത്തിലെ UDF നേതൃത്വം കനകലു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചത്. പിണറായി വിജയന് കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഇടതുപക്ഷ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയെ ഇല്ലാതാക്കാൻ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ആസൂത്രിതമായി, വളരെ സംഘടിതമായി, വർഗീയമായി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണമാണ് UDF നേതൃത്വം ആവിഷ്കരിച്ചത്. അതിനവർ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതരാഷ്ട്രവാദികളെ വരെ കൂട്ടുപിടിച്ചു. അവരുടെയൊക്കെ തന്നെ പ്രചാരണ സംവിധാനങ്ങളെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മാധ്യമ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കടന്നാക്രമണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, മുസ്ലിം സമുദായത്തോട് അങ്ങേയറ്റം അപരത്വപരമായ, അങ്ങേയറ്റം അപരത്വ നിർമ്മിതിയുടേതായ ഒരു നിലപാടിൽ നിന്ന് പ്രവർത്തിച്ചത് ജനസംഘം മാത്രമല്ല, RSS മാത്രമല്ല, RSSൻ്റെയും ജനസംഘത്തിൻ്റെയും അജണ്ടയോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അത് ചരിത്രമാണ്. 1957 സഖാവ് EMSൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മലബാറിൽ പള്ളികൾ പണിയാൻ പോലും മുസ്ലിങ്ങൾക്ക് നിയമം മൂലമുണ്ടായിരുന്ന നിരോധനങ്ങളും തടസ്സങ്ങളും എടുത്തു മാറ്റിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വാഗ്ദത്തം ചെയ്യുന്ന വിവേചനരഹിതമായ ഒരവസ്ഥ, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ആരാധനാലയങ്ങൾ പണിയാൻ പ്രത്യേക പെർമിറ്റ് ആവശ്യമില്ലെങ്കിൽ മുസ്ലിങ്ങൾക്കും അതാവശ്യമില്ല എന്ന നിലപാട് EMSൻ്റെ സർക്കാരാണ് എടുത്തത്. അതേപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസ് MSPയിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലം മുതൽ മുസ്ലിങ്ങൾക്ക് റിക്രൂട്ട്മെൻ്റ് ഉണ്ടായിരുന്നില്ല. സഖാവ് EMSൻ്റെ സർക്കാരാണ് അത് എടുത്തു മാറ്റിയത്. EMS സർക്കാരിൻ്റെ ധീരമായ, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ, ഇവിടെ ബ്രിട്ടീഷുകാരും പിന്നീട് അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാരും നിലനിർത്തിപ്പോന്ന മുസ്ലിം വിരുദ്ധമായ നിയമങ്ങൾ, വിലക്കുകൾ എടുത്തു മാറ്റിയതിനെ അന്നത്തെ മുസ്ലിം
നേതൃത്വം, സമുദായ നേതൃത്വം അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിരിക്കുന്ന മാധ്യമം ഇന്ന് അതിൻ്റെ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് 1959 കേരളത്തിൽ EMS സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരം നടന്നപ്പോൾ EMS സർക്കാരിന് പിന്തുണ നൽകി സവർക്കർ. എവിടുന്ന് കിട്ടിയ വിവര? സവർക്കറുടെ ഔദ്യോഗിക ജീവചരിത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ധനഞ്ജയ കീർ എഴുതിയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഒരു RSSകാരനെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോലും. ആ പുസ്തകം വായിച്ച് എല്ലാവർക്കും അറിയാം. ഒരുപാട് വീമ്പിളക്കലുകൾ, സവർക്കറുടെ ഒരുപാട് അധിക പ്രസംഗങ്ങളുള്ളൊരു പുസ്തകമാണത്. എന്നാൽ സവർക്കർ EMS സർക്കാരിനെ അട്ടിമറിക്കാതിരിക്കാൻ സർക്കാരിന് പിന്തുണ നൽകി വിമോചന സമരത്തെ എതിർത്തു എന്നുള്ളത് ചരിത്രവിരുദ്ധമായൊരു കാര്യമാണ്. സവർക്കർ അങ്ങനെ ചെയ്യാൻ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം വിദ്യാഭ്യാസ രംഗത്തെ ക്രൈസ്തവ ആധിപത്യം അവസാനിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ക്രൈസ്തവരുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ EMS സർക്കാർ നിലനിൽക്കണമെന്ന് സവർക്കർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള EMS സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരത്തിൽ കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടൊപ്പം ജനസംഘമുണ്ടായിരുന്നു. അന്ന് പാർലമെൻറ്റ് അംഗം പോലുമല്ലാത്ത മിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി കേരളത്തിൽ വന്ന് കോട്ടയത്തെ തിരുനക്കര മൈതാനിയിൽ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു MP പോലും ആയിരുന്നില്ല അദ്ദേഹം, RSSകാരൻ എന്ന ഒറ്റ ഐഡൻറ്റിറ്റിയിലാണ്. ഇവിടെ അടൽ ബിഹാരി വാജ്പേയി വന്ന് കോൺഗ്രസ്സുകാർ നേതൃത്വം കൊടുത്ത വിമോചന സമരത്തിൻ്റെ ഭാഗമായ സമ്മേളനം കോട്ടയത്ത് തിരുനക്കര മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്തത്. ദീനദയാൽ ഉപാധ്യായ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനസംഘ നേതാക്കളും 59 കേരളത്തിൽ സർവമത സാമുദായിക ശക്തികളെയും കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തിയ CIA പണമൊഴുകി വന്ന CIA കോടിക്കണക്കിന് ഡോളർ ഒഴുക്കി കൊടുത്തു. ഇവിടെ CIA പണം പറ്റി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ വിമോചന സമരം, പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വിമോചന സമരത്തിൽ ഇവിടുത്തെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ജനസംഘക്കാരും ഒന്നിച്ചു നിന്നു, RSSകാരും ലീഗുകാരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് ചരിത്രം. ആ ചരിത്രത്തെ അപനിർമ്മിക്കാനുള്ള വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം, ചരിത്രത്തെ അതിൻ്റെ വസ്തുതകളിൽ നിന്നും യഥാർത്ഥ വിവരങ്ങളിൽ നിന്നും മാറ്റി ഏതോ ഒരു ധനഞ്ജയ കീർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് തങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കനകലൂ തന്ത്രം ഉണ്ടല്ലോ, അതിനാവശ്യമായി ചരിത്രത്തിൽ നിന്ന് യാഥാർത്ഥ്യവും ബന്ധവുമില്ലാത്ത ഒരു ജീവചരിത്ര കൃതിയിൽ നിന്ന് തെറ്റായ അവകാശവാദങ്ങളും വീരവാദങ്ങളും ഒക്കെ ഉള്ളൊരു ജീവചരിത്ര കൃതിയാണ് സവർക്കറുടേതെന്ന് പറയുന്നത്. ആ കൃതിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ആര്? മതരാഷ്ട്ര ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം. വലിയ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു അപനിർമ്മാണം കേരളത്തിൽ തീവ്ര വലതുപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 70കളുടെ ആദ്യം അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയെ നേരിടാൻ ഹെക്മത്യാരുടെ ഇസ്ലാമിക് പാർട്ടിയെ മുന്നിൽ വെച്ച് അമേരിക്കൻ CIA നടത്തിയതിന് സമാനമായ ഒരു വർഗീയ വിഭജന ഇടപെടലാണ് ഇപ്പോൾ UDFിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ മുന്നിൽ വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്, മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുകയാണ്. മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നത്തെ രീതിയിൽ ഹിന്ദുത്വവാദികളെ വളർത്തിയെടുത്തത്, BJPക്ക് ദേശീയ അധികാരം കിട്ടുന്നതിലേക്ക് എത്തിച്ചു കൊടുത്തത് കോൺഗ്രസ്സുകാരാണ്.
കോൺഗ്രസ് എല്ലാ കാലത്തും നെഹ്റു ജീവിച്ചിരുന്ന കാലത്ത് പോലും നെഹ്റുവിൻ്റെ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞവരാണ്. എന്തിന് 1959 EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം കേരള നിയമസഭയിലേക്ക് 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ EMSനെ തോൽപ്പിക്കാൻ എന്താ കോൺഗ്രസ് ചെയ്തത്? പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ EMS മത്സരിച്ചപ്പോൾ EMSനെതിരായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയും വന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇടപെട്ടത്, AICC ഇടപെട്ടത്. എന്നിട്ട് AICC എന്ത് പറഞ്ഞു? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകും, EMS ജയിക്കും, EMSനെ തോൽപ്പിക്കണം. എന്താണ്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ എല്ലാ വോട്ടുകളും ഏകീകരിക്കണം. ജനസംഘത്തിൻ്റെ ദേശീയ നേതൃത്വം അന്നത്തെ ദീനദയാൽ ഉപാധ്യായുമായിട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ചർച്ച നടത്തി. അന്ന് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ EMSനെതിരെ നോമിനേഷൻ കൊടുത്ത ഗോവിന്ദ മേനോൻ എന്ന ജനസംഘക്കാരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. കോൺഗ്രസും ജനസംഘവും കോൺഗ്രസും ഹിന്ദുത്വവാദികളുമായുള്ള ബന്ധമാണത്. എല്ലാ കാലത്തും ഈ രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും നേതാക്കൾ പ്രധാനമായും ഒരേ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനമുള്ളവരാണ്, ഒരേ വർഗത്തിൻ്റെ പ്രതിനിധികളാണ്. രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുമ്പോഴും അവർ ഒരേ വർഗത്തിൻ്റെ, ഒരേ സാമ്പത്തിക വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. ഇവിടുത്തെ ഭൂപ്രമാണിമാരുടെയും ഇവിടുത്തെ ഫ്യൂഡൽ ശക്തികളുടെയും ഇവിടുത്തെ വൻകിട ഭൂഷാവർഗങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അന്ന് ജനസംഘം, ഇന്ന് BJP എന്ന് പറയുന്ന പാർട്ടിയും. 1950കളിൽ തന്നെ പല കാര്യങ്ങളിലും ജനസംഘവും RSSും നെഹ്റു ജീവിച്ചിരുന്ന കാലത്ത് പോലും സഹകരിച്ചു പോയിരുന്നു. 1970 ഇന്നത്തെ UDF ഒക്കെ കേരളത്തിൽ രൂപം കൊള്ളുന്നൊരു ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഇന്ത്യൻ സമ്പദ്ഘടന വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ട്രഷറി പൂട്ടിപ്പോവുകയും ഖജനാവുകൾക്ക് ബജറ്റുകൾക്കും അവധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. രാജ്യത്ത് വലിയ സാമ്പത്തിക മാന്ദ്യം, പട്ടിണി, തൊഴിലില്ലായ്മ, ക്ഷാമം, വളരെ ഭീകരമായ ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് തീവ്രമായ വലതുപക്ഷ ശക്തികളുമായി ഇന്ദിരാഗാന്ധി സന്ധി ചെയ്യുന്നത്. 1970 ആകുമ്പോൾ എന്താ നമ്മൾ കണ്ടത്? ഇന്ദിരാഗാന്ധി പല കാര്യങ്ങളിലും RSSുമായി സന്ധിയിലെത്തി. അടിയന്തരാവസ്ഥയിലെ 75 അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള സ്വേച്ഛാധിപത്യ പ്രയോഗങ്ങൾ അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. തുർക്ക്മാൻ ഗേറ്റിലും മുസഫർ നഗറിലുമൊക്കെ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ബുൾഡോസർ രാജ് നടപ്പാക്കി. നഗരവൽക്കരണത്തിൻ്റെ പേരിൽ, ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ പേരിൽ സഞ്ജയ് ഗാന്ധിയുടെ 5 പരിപാടി അനുസരിച്ച് ബാലന്മാരെ വരെ, 14 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളെ വരെ വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന അവസ്ഥയുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകളെ ബലം പ്രയോഗിച്ച് സന്താന നിയന്ത്രണത്തിൻ്റെ പേരിൽ വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. ഈ സംഭവങ്ങളിലൊക്കെയുള്ള ജനരോഷം തീവ്രമായി. ജയിലിൽ കിടന്ന് അന്നത്തെ RSSൻ്റെ മേധാവിയായ സർസംഘ് ചാലക്കായ ദേവർസുമായിട്ട് ഇന്ദിരാഗാന്ധി ധാരണയെത്തി. അടിയന്തരാവസ്ഥയിലെ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് സ്വേച്ഛാധിപത്യത്തിൻ്റെ, അടിയന്തരാവസ്ഥയുടെ ഭീകരതയുടെ അനുഭവങ്ങളുണ്ടായിരുന്ന ജനങ്ങളാകെ ഒന്നിച്ചു. ജയപ്രകാശ് നാരായണൻ അതിന് നേതൃത്വം കൊടുത്തു. ജനതാ പാർട്ടി ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് പുറത്തു പോകേണ്ടി വന്നു ജനരോഷം മൂലം. പക്ഷെ പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ RSSൻ്റെ സഹായം തേടി. 70 അവസാനമാകുമ്പോഴേക്കും ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥയുണ്ട്. 80കളിൽ അവർ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഇന്ദിരാഗാന്ധി എല്ലാ കാര്യങ്ങളിലും RSSും വിശ്വ ഹിന്ദു പരിഷത്തുമൊക്കെയായി യോജിച്ചു പോയി എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ രീതിയിൽ അയോധ്യ പ്രശ്നവും അതേപോലെ തന്നെ വാരണാസിയിലെ ഗ്യാംബാവി മസ്ജിദ് പ്രശ്നവും മധുരയിലെ ഈദ്ഗാഹ് മൈതാനിയുടെ പ്രശ്നവുമൊക്കെ RSS ഉയർത്തിക്കൊണ്ടുവരുന്നത്, VHP ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് കരൺ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ്, അദ്ദേഹം കാശ്മീരി രാജകുടുംബാംഗമാണ്. അദ്ദേഹത്തെ VHPയും കോൺഗ്രസുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കണ്ണിയായി കരൺ സിംഗിനെ നിർത്തി. ആ കരൺ സിംഗിൻ്റെ നേതൃത്വത്തിലാണ് VHPയും കോൺഗ്രസിലെ ഹിന്ദു നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിരാട് ഹിന്ദു സമാജ് എന്ന സംഘടന ഉണ്ടാക്കിയത്.
എന്ന് പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദത്തിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക ഭരണ പ്ലാറ്റ്ഫോം വേദി എന്ന നിലക്കാണ് 1981 ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെ, ഇന്ദിരാഗാന്ധിയുടെ സമ്മതത്തോടെ കരൺ സിംഗ് വിരാട് ഹിന്ദു സമാജ് ഉണ്ടാക്കുന്നത്. ആ വിരാട് ഹിന്ദു സമാജിൻ്റെ മുൻകൈയിലാണ് 1983 VHP ഏകാത്മകതാ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ആ ഏകാത്മകതാ യാത്രയുടെ തുടർച്ചയിലാണ് 1984 ഏപ്രിൽ മാസം 7, 8 തീയതികളിൽ വിജ്ഞാൻ ഭവൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥലമാണ്. അവിടെ VHPക്ക് സമ്മേളനം നടത്താൻ അനുവാദം കൊടുക്കുന്നു. ആ വിജ്ഞാൻ ഭവനിലെ VHP സമ്മേളനത്തിലാണ് നമ്മുടെ സമകാലീന ചരിത്രത്തെ വിദ്വേഷപൂർണമാക്കിയ, വർഗീയവൽക്കരിച്ച ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അയോധ്യയിലെയും വാരാണസിയിലെയും മധുരയിലെയും മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരായിട്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ ശക്തിപ്പെടുത്താൻ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്തു കൊടുത്ത, കോൺഗ്രസ് സർക്കാർ ചെയ്തു കൊടുത്ത സൗകര്യത്തിൽ ഡൽഹിയിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥലമായ വിജ്ഞാൻ ഭവനിൽ നടന്ന സമ്മേളനത്തിലാണ് VHP തീരുമാനമെടുക്കുന്നത്. പിന്നെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം അതിൻ്റെ വൈകാരികമായ ഒരു സഹതാപ തരംഗം മാത്രമല്ലല്ലോ, RSSൻ്റെ പിന്തുണ രാജീവ് ഗാന്ധിക്ക് കിട്ടി. അയോധ്യയിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ആവർത്തിക്കേണ്ട ആവശ്യമില്ല, രാമായണ സീരിയൽ. തുടർന്ന് 1986 ഫൈസാബാദിലെ ഒരു കോടതി വിധിയെ നിമിത്തമാക്കി ബാബറി മസ്ജിദിൻ്റെ ഒരു ഭാഗം ഹിന്ദുക്കൾക്ക് ആരാധനക്കായി തുറന്നു കൊടുത്തത്. 1989 ബാബറി മസ്ജിദിൻ്റെ 3 കുംഭഗോപുരങ്ങൾ നിൽക്കുന്ന സ്ഥാനത്തെ രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലായി കണക്കാക്കിയിട്ടുള്ള ശിലാന്യാസത്തിന് VHPക്ക് സമ്മതം കൊടുക്കുന്നത് അത് രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ്. UPയിലെ ND തിവാരിയുടെ സർക്കാരാണ്. തുടർന്ന് ഇന്ത്യയിൽ ഈ രീതിയിൽ ഹിന്ദുത്വം വളർന്നു വരുന്നതിൽ, 92 ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് എത്തിക്കുന്നതിൽ എല്ലാം തന്നെ കോൺഗ്രസ് സർക്കാരിനുള്ള പങ്ക്, അവർ ഹിന്ദുത്വ ശക്തികൾക്ക് നൽകിയ സൗകര്യങ്ങൾ, സംരക്ഷണം എല്ലാം നമ്മുടെ സമകാലീന ചരിത്രമാണ്. 2014 മോഡി സർക്കാർ അധികാരത്തിൽ വന്നു. 10 വർഷത്തിലേറെക്കാലമായി മോഡി സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു. ഈ 10 വർഷക്കാലത്തിനിടയിൽ മോഡി സർക്കാർ ഉണ്ടാക്കിയ മുസ്ലിം വിരുദ്ധമായ, ന്യൂനപക്ഷ വിരുദ്ധമായ എല്ലാ നിയമനിർമ്മാണങ്ങൾക്കും കോൺഗ്രസിൻ്റെ പിന്തുണയില്ലേ? മുത്തലാഖ് നിരോധന നിയമം വന്നു. സുപ്രീം കോടതി മുത്തലാഖ് നിരോധിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയത്. എന്താ ഈ നിയമത്തിൻ്റെ പ്രത്യേകത? ഈ നിയമത്തിലാണ് ഇന്ത്യയിലെ മറ്റൊരു വിവാഹ നിയമത്തിലും മറ്റു മതസമൂഹങ്ങളുടെ വിവാഹ നിയമത്തിലും ഇല്ലാത്തൊരു വ്യവസ്ഥ വന്നത്. മുസ്ലിം വിവാഹ മോചന നിയമത്തിൽ ക്രിമിനൽ വ്യവസ്ഥ ചേർത്തു. അത് വിവേചനപരമാണ്. പക്ഷെ അതിനെ പിന്തുണച്ചവർ പാർലമെൻറ്റിൽ ആരാണ്? കോൺഗ്രസ്സുകാരാണ്. 1967 കോൺഗ്രസ് കൊണ്ടുവന്ന UAPA അമെൻമെൻ്റ് ഉണ്ടായി. ആ അമെൻമെൻ്റ് വഴിയാണ് സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ തത്വങ്ങളനുസരിച്ച് ആഭ്യന്തരം സംസ്ഥാന വിഷയമാണ്. പക്ഷേ എന്താണ്, NIAക്ക് നേരിട്ട് ഭീകരവാദ പ്രവർത്തനത്തെ തടയാനെന്ന പേരിൽ ഉണ്ടാക്കിയ UAPA അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദമില്ലാതെ ഇടപെടാം, ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. UAPA ഭേദഗതി നിയമം എന്ന് ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കൈപൊക്കി കൊടുത്തിട്ടാണ് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അതേപോലെ 320-ാം വകുപ്പ് ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിരുന്നല്ലോ കാശ്മീർ. ആ കാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദ് ചെയ്ത് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു വിജ്ഞാപനമാണ്, ഒരു പ്രമേയമാണ് അമിത്ഷാ പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അതിനെ അതിശക്തമായി ഇടതുപക്ഷം എതിർത്തു. കോൺഗ്രസ് എതിർത്തോ? എന്തായിരുന്നു പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസ് പറഞ്ഞത് 370-ാം വകുപ്പ് എടുത്തു കളയുന്നതിന് ഞങ്ങളെതിരല്ല, ഞങ്ങൾക്ക് എതിർപ്പ് എന്തിനോട് മാത്രമാണ്? ഞങ്ങൾക്ക് എതിർപ്പ് ഈ രീതിയിൽ കൊണ്ടുവന്ന രീതിയോട് മാത്രമാണ്.
ഇടതുപക്ഷം ആ പ്രമേയം വോട്ടിനിടണമെന്ന് പറഞ്ഞു. പക്ഷെ കോൺഗ്രസ് വോട്ടിനിടണമെന്ന് പറയാൻ തയ്യാറായില്ല. വോട്ടെടുപ്പില്ലാതെ ആ പ്രമേയം പാസ്സാകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. BJP-യോടൊപ്പം നിന്നു കോൺഗ്രസ് പാർലമെന്റിൽ. ഇങ്ങനെ ഓരോ കാര്യം നോക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാട്, ഹിന്ദുത്വ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങൾ, ഇതിനോടെല്ലാം ഒപ്പം നിന്നു എന്നുള്ളതാണ് ചരിത്രം. ഈ ചരിത്രത്തെ ആകെ അജ്ഞതയിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടെ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് CPM, മുസ്ലിം വിരുദ്ധമാണ് പിണറായി വിജയൻ്റെ സർക്കാർ എന്ന് പറയുന്നത്. നേതാക്കന്മാരുടെ പ്രസ്താവനകളെ എല്ലാം തന്നെ അവതർമ്മിച്ച് അത് മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണെന്ന് വരുത്തുകയാണ്. അത് വർഗീയമാണെന്ന് പറയുകയാണ്. എന്നാൽ നഗ്നമായ പച്ചവർഗീയത ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുകയാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധത്തെ, ഉത്ബുദ്ധതയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ എന്താണ് 5 നേരം പള്ളിയിൽ പോകുന്ന, 5 നേരം നിസ്കരിക്കുന്ന ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തിൽ രാജ്യത്താണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വളരെ മതാത്മകമായ നിഷ്ഠകളുള്ളതാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നത്. മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പരസ്യമായി ലീഗിൻ്റെ നേതാക്കൾ പ്രസംഗിക്കുകയാണ്. മിശ്ര വിഭാഗങ്ങളെ വ്യഭിചാരമായിട്ട് ലീഗ് നേതാക്കൾ പൊതുയോഗങ്ങളിൽ ആക്ഷേപിക്കുകയാണ്. രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി ഇതാ പള്ളി ആക്രമിക്കുന്നു എന്ന് നുണപ്രചരണം നടത്തുകയാണ്. ഇങ്ങനെ കടുത്ത വർഗീയത, സമൂഹത്തിൽ സംഘട്ടനവും വിഭജനവും ഉണ്ടാക്കുന്ന വർഗീയത, ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിം ലീഗിനെയോ മറ്റു വർഗീയ സംഘടനകളെയോ ഒരർത്ഥത്തിലും അപലപിക്കാതെ കോൺഗ്രസ് നേതാക്കൾ CPM ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് അതേ കോൺഗ്രസ് നേതാക്കൾ തന്നെ RSSൻ്റെ എല്ലാ അജണ്ടയുമായി യോജിച്ചു പോവുകയാണ്. ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ ആ ഗോൾവാൾക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ചെന്ന് നിലവിളക്ക് കൊളുത്തി കൈകൂപ്പി കുനിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ VD സതീശൻ. സംഘപരിവാറിന അജണ്ടക്കൊപ്പം ശബരിമല യുവതീ പ്രവേശന വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം ആരാണ് ഈ രാജ്യത്ത് വർഗീയതയുണ്ടാക്കുന്നത്? ആരാണ് ഹിന്ദുത്വത്തെ ഈ രീതിയിൽ വളർത്തിയത്? ആരാണ് ഹിന്ദുത്വത്തിന്, RSSന് ദേശീയ അധികാരം കൊടുത്തത്? ഈ കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ചർച്ച ചെയ്യാനുള്ള അവസരത്തെ ഇല്ലാതാക്കാൻ കടുത്ത വൈകാരികമായ എല്ലാ യുക്തി ചിന്തകളെയും നഷ്ടപ്പെടുന്ന വൈകാരികമായ പ്രചരണങ്ങൾ വളരെ ആസൂത്രിതമായി ഒന്നിനു പിറകെ ഒന്നായി അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് UDF നടത്തുകയാണ്. മുസ്ലിം വർഗീയവാദത്തെ ലീഗ് എടുത്ത് കളിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ഇത് വളരെ അപകടകരമായ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ, മതനിരപേക്ഷ ഘടനയെ തകർക്കുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇതിനെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളും പ്രതിരോധിക്കണം.